പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് ദൈവകരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകരുണയെ ധ്യാനിക്കുക. നമുക്ക് നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും വളരെ ആവശ്യമായ ഒന്നാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവകരുണയില്ലാതെ നമുക്ക് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, പാപികളാണ്, തെറ്റുപറ്റിയവരാണ്. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്നത്. ഈ കാര്യം ധ്യാനിക്കുവാനും ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കുവാനും ദൈവം തന്നെയാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് അല്പസമയം സഹോദരമായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുചേർന്ന് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അവിടുത്തെ കാരുണ്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ മണിക്കൂർ നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെ മണിക്കൂറായി മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കാം. വചന വെളിച്ചത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ദൈവകരുണ സ്വന്തമാക്കാൻ അതിന് നമ്മെ സഹായിക്കുന്ന ചില വഴികളും വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദ സൈസ് ഓഫ് അവർ ഗാഡ് ഈസ് ബിഗർ ദാൻ ദ സൈസ് ഓഫ് അവർ പ്രോബ്ലം. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബത്തിന് നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമുക്ക് വലിയവനായൊരു ദൈവമുണ്ട്, സർവശക്തനായൊരു ദൈവമുണ്ട്, നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്, നമ്മെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന, അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തെ മറന്നാലേ നമ്മൾ നിരാശപ്പെടേണ്ടി വരൂ. ദൈവത്തെ മറന്നാലേ നമ്മൾ പരാജയപ്പെടേണ്ടി വരൂ. ദൈവവിചാരത്തിൽ ജീവിക്കുന്നവരെ ദൈവം പരിപാലിക്കും. അവരുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അവരെ കാത്തുകൊള്ളും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്കൊരുപാട് പ്രത്യാശ പകരുന്ന ഒരു കാര്യമാണ്. സാഹചര്യം എന്തോ ആകട്ടെ, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ വലിപ്പം എൻ്റെ പ്രശ്നത്തിൻ്റെ വലിപ്പത്തേക്കാൾ വലുതാണ് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം മറക്കാതെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റണം. രണ്ടാമതൊരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ പാപത്തിൻ്റെ വലിപ്പത്തേക്കാൾ ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പം എപ്പോഴും ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗസ്റ്റീനായിലൂടെയെല്ലാം ദൈവം നമ്മെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അനുദപിച്ച് തിരിച്ചു വരുന്ന പാപികൾക്ക് ദൈവകരുണയ്ക്ക് അർഹതയുണ്ട്. അതും ഏറ്റവും മഹാഭാവികൾക്ക് ഏറ്റവും വലിയ അർഹതയാണ്. നമ്മൾ അതനുസരിച്ച്
അനുദപിച്ച് തിരിച്ചു വരണം എന്നുള്ളതാണ്. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 27-28 വചനങ്ങൾ വായിച്ചാൽ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ പാപം ചെയ്യാൻ കാണിച്ച ഉത്സാഹം അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നലകളിലേക്ക് എത്തി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു പാപപ്രവൃത്തിക്ക് നമ്മൾ വളരെ ഉത്സാഹം കാണിച്ചവരാണ്, വെമ്പൽ കൊണ്ടവരാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപം ചെയ്യാൻ നീ കാണിച്ച ഉത്സാഹത്തിൻ്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ തിരിച്ചു വരണം. ഇന്ന് മന്ദഗതിയിലാണ് തിരിച്ചു വരുന്ന കാര്യം വരുമ്പോൾ പലരും മന്ദഗതിക്കാർ. തിരിച്ചു വരാൻ നമ്മൾ അതിലേറെ ഉത്സാഹം കാണിക്കണം എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുക. നീ പാപപ്രവർത്തിക്ക് കാണിച്ച ഉത്സാഹത്തിൻ്റെ 10 ഇരട്ടി ഉത്സാഹം അനുദപിക്കുന്നതിൽ തിരിച്ചു വരുന്നതിൽ നിനക്കുണ്ടാകണം. അങ്ങനെ വരുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല. നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം 15:7 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനുദപിക്കുന്ന ഒരു പാപിയുടെ മേൽ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാവും. പറയുന്നുണ്ട്, ഉത്സാഹത്തോടെ തിരിച്ചു വരുന്നവരെ കണ്ടാൽ ദൈവം കൈവിടത്തില്ല. ധൂർത്തപുത്രൻ പുത്രൻ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉത്സാഹത്തോടെ തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അപ്പൻ ചെയ്തൊരു കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങി വഴിയിലേക്ക് ഓടിച്ചു അവനെ സ്വീകരിക്കാൻ. വീട്ടിൽ കാത്തിരുന്നില്ല, വാതിലടച്ചു പൂട്ടിയില്ല, വഴിയിലേക്ക് ഓടിച്ചെന്ന് അവനെ സ്വീകരിക്കുന്ന അപ്പനെ കാണാൻ പറ്റും. ഇതിനേക്കാളൊക്കെ ഒരുപാട് ഉയർന്നു നിൽക്കുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. അത് വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധ്യമുള്ളവർക്ക് ഞാൻ മഹാഭാവിയാണ്, എനിക്കിനി രക്ഷയില്ല എന്ന് പറയേണ്ട കാര്യമില്ല. അനുദപിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ഞാൻ പാപങ്ങൾ മൂടിവെച്ച് എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാതെ, ഞാൻ അനുദപിക്കാൻ തയ്യാറാകാതെ എൻ്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാതെ എനിക്ക് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയാനും തിരിച്ചു വരാനും ഒക്കെയുള്ള ഒരു മനസ്സുണ്ടാകുമെങ്കിൽ നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഏതാനും ചില വഴികൾ, ദൈവ കരുണയിലേക്ക് നമ്മെ എത്തിക്കുന്ന ദൈവ കരുണ നമ്മളിലേക്ക് എത്തിക്കുന്ന ഏതാനും ചില വഴികൾ നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. അപ്പോഴാണ് ദൈവ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകുന്നതും ആ ദൈവ കരുണ നമ്മൾ പ്രാപിക്കുന്നതും എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ നമ്മൾ അറിയണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. സങ്കീർത്തനം 36 10-ാമത്തെ വചനം, ദൈവത്തെ അറിയുന്നവർക്ക് കാരുണ്യവും നിഷ്കളങ്ക ഹൃദയർക്ക് കരുണയും ലഭിക്കും. ദൈവത്തെ അറിയുന്നവർക്ക് കരുണ ലഭിക്കും, നിഷ്കളങ്ക ഹൃദയമുള്ളവർക്ക് രക്ഷ ലഭിക്കും. കരുണയും രക്ഷയും ആർക്കാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്? ഈ വചനഭാഗം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കാം. പറയുന്നുണ്ട്, ദൈവത്തെ അറിയണം, നിഷ്കളങ്കരായി നമ്മൾ ജീവിക്കണം. അവിടെയാണ് ഈ കാര്യങ്ങൾ സാധ്യമാകുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 147 11-ാമത്തെ വചനമെടുത്താൽ അവിടെ പറയുന്നുണ്ട്, ദൈവഭയമുള്ളവർക്ക് ദൈവകരുണ ലഭിക്കും. നീ ദൈവഭയത്തോടെ ജീവിക്കുന്ന വ്യക്തിയാണോ? കരുണയ്ക്ക് നീ അർഹതയുള്ള വ്യക്തിയാണ്. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 8:13 നമുക്ക് സുപരിചിതമാണ്. ദൈവഭയമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, തിന്മയെ വെറുക്കണം. അതല്ലാതെ നമ്മൾ കുറച്ച് ഭക്താഭ്യാസങ്ങൾ കാണിക്കുകയും പാപത്തിൽ വേരൂന്നി നിൽക്കുകയും ചെയ്താൽ ദൈവഭയമുള്ളവരായിട്ട് ദൈവം നമ്മളെ കാണത്തില്ല. നമ്മൾ ദൈവഭയമുള്ളവരായിട്ട് ദൈവം അംഗീകരിക്കണമെങ്കിൽ തിന്മയെ വെറുത്ത് നന്മയിൽ ജീവിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ട് ബാഹ്യമായ ചില പ്രകടനങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ടത്, ചില ആചാര അനുഷ്ഠാനങ്ങളൊന്നും അല്ല പ്രധാനപ്പെട്ടത്. അതിനേക്കാളൊക്കെ നമുക്ക് പാപം ഒഴിവാക്കി ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാൻ സാധിക്കണം. അങ്ങനെയുള്ളവർ ദൈവഭയമുള്ളവരാണ്. അവരുടെ മേൽ കർത്താവ് വർഷിക്കുവാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ വിപുലമാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ
പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15, 16, 17 വചനങ്ങൾ എടുത്താൽ വൻകാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ദൈവഭയമുള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ജീവിതം എങ്ങനെ ദൈവഭയമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദൈവഭയമുള്ള അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ വചനഭാഗം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 2, 15 മുതൽ 17 വരെയുള്ള വചനഭാഗം. ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവഭയമുള്ളവര് വചനം ധിക്കരിക്കില്ല. വചനം ധിക്കരിക്കുന്നവർ ദൈവഭയമുള്ളവരല്ല. വചനം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് ദൈവഭയമുള്ളവർ. അതാണ് 15-ാമത്തെ വചനം പറയുക. 16-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവഭയമുള്ളവരെപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കും. ഇന്ന് നമുക്കൊക്കെ പറ്റുന്നത് നമ്മുടെ ഇഷ്ടം, അത് പിന്നെ ദൈവം ഇഷ്ടപ്പെടുന്നതാണോ എന്ന് പോലും നോക്കുന്നില്ല. എൻ്റെ ഇഷ്ടം, എനിക്കിതാണ് ഇഷ്ടം, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നവർ അതേത് വിധേനയും നിറവേറ്റിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർ ദൈവഭയമുള്ളവരെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഭക്താഭ്യാസങ്ങൾ പലതും അവരുടെ കൂടപ്പുറപ്പായിരിക്കാം. ദൈവഭയമുള്ളവരായിട്ട് ദൈവം കാണണമെന്നില്ല. ദൈവഭയമുള്ളവരായിട്ട് ദൈവം കാണുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് പ്രാർത്ഥിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ പരിശ്രമിക്കുന്ന വ്യക്തികൾ. അവർക്ക് തന്നെ പറ്റിയാലേ മറ്റുള്ളവരുടെ സഹായം അവരെടുക്കും. അതാണ് ഈ കൗൺസിലിങ്, സ്പിരിച്വൽ ഗൈഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയണത്. എനിക്ക് എൻ്റെ സ്വന്തം കഴിവിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ സഹായം തേടുന്നു, അവരുടെ പ്രാർത്ഥന തേടുന്നു, അവരുടെ അറിവ് തേടുന്നു. അതിലൂടെ എനിക്ക് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അറിയണം, അത് നിറവേറ്റണം. അതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ദൈവഭയമുള്ളവരെപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, അവരെപ്പോഴും റെഡിയാണ്. ദൈവം വിളിച്ചാൽ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകാൻ. അതുപോലെ തന്നെ അവരെപ്പോഴും അവരുടെ ഹൃദയം ഒരുക്കി വെക്കും. കർത്താവ് സംസാരിച്ചാൽ എനിക്കത് കേൾക്കാൻ പറ്റണം. കർത്താവ് വിളിച്ചാൽ ആ വിളിക്ക് പ്രത്യുത്തരം നൽകി എനിക്ക് പോകാൻ പറ്റണം. പൗലോസ്ലീഹ സൂചിപ്പിച്ചൊരു കാര്യം, ഒരു നാഴിക മുമ്പ് മരിച്ചാൽ എനിക്ക് അത്രയും സന്തോഷം. എന്നെ വിളിച്ചാൽ പ്രൈസ് ലോർഡ് പറഞ്ഞ് ഞാനങ്ങ് പോകും. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. ഇനി അതല്ല, കൂടുതൽ ജീവിച്ചിരിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കും. അതല്ലെങ്കിൽ എൻ്റെ താല്പര്യം എത്രയും നേരത്തെ മരിച്ച് ഈ ലോക ജീവിതം വിട്ട് പരലോക ജീവിതത്തിലേക്ക് പോവുക, അവിടെ എൻ്റെ ദൈവത്തെ മുഖാമുഖം ദർശിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഈ വിശുദ്ധൻ പോലും വിളിച്ചു പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി നമുക്ക് കാണാം, വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവകരുണ ലഭിക്കാൻ നമ്മൾ വിശ്വസ്തരായിട്ട് ജീവിക്കണം. വിശ്വസ്തരെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നു, പരിഗണിക്കുന്നു, അവരുടെ മേൽ കരുണ വർഷിക്കുന്നു. ഇത് നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 85-ന്റെ 10-ാമത്തെ വചനം. 2 കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കരുണ, വിശ്വസ്തത. വിശ്വസ്തത, കരുണ, ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ പോകേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ദൈവകരുണയ്ക്ക് യോഗ്യത നേടാൻ പറ്റും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടും. നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടും. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും സ്വർഗത്തിലേക്ക് ഉയർത്താം. നമുക്കറിയാവുന്ന മറ്റെല്ലാ രോഗികളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിനെ താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. ഞങ്ങളുടെ സഹായമായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശംശായിക്ക് സ്തുതിയായിരിക്കും. ഓരോരുത്തർക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ.